അമ്മയാകാതിരിക്കുകയാണ് എൻ്റെ അമ്മത്വം എന്ന് പറഞ്ഞപ്പം പലരും പാർവതി തിരുവോത്തിനെ ട്രോളുന്ന കണ്ടു. അവർ പറഞ്ഞത് 100% ശരിയാണ്. അതായത് നമുക്ക് റെസ്പോൺസിബിളായ ഒരു അമ്മയാകാൻ കഴിയുന്നില്ല എങ്കിൽ അതാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യത. അതായത് ചാകാതെ കിടന്ന കൊല്ലാതെ വളർത്താം എന്നുള്ള രീതിയിൽ മക്കളെ നമ്മൾ സൃഷ്ടിക്കരുത്. നോക്കാൻ പറ്റുമെങ്കിലേ ഉണ്ടാക്കാവൂ. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് അവരോടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റണം. അത് പഠിക്കാനുള്ള സാഹചര്യമാണെങ്കിലും പണമാണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കഴിയണം. ഒരു പരിധിവരെയെങ്കിലും നമുക്ക് റെസ്പോൺസിബിൾ ആകാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ചുമ്മാ ജനിപ്പിച്ചുകൊണ്ട് മാത്രം ഒരാൾ അച്ഛനും ആവില്ല, അമ്മയും ആവില്ല. ഞാൻ ബൈബിളിൽ നിന്നൊരു ഉദാഹരണം പറയാം. അതായത് പിതാവായ ദൈവം മനുഷ്യനെ, യേശുക്രിസ്തുവിനെ ലോകത്തേക്ക് അയക്കുന്നതിനെ സംബന്ധിച്ച് ദൈവം പറയുന്നൊരു വാചകമുണ്ട്. അവൻ തൻ്റെ ഏകപുത്രനെ ലോകത്തേക്ക് അയക്കുവാൻ തക്ക വിധം അവൻ ലോകത്തെ സ്നേഹിച്ചു. അതാണ് തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ അയക്കുവാനും പോലും തയ്യാറായ ഒരു ദൈവത്തെയാണ് ബൈബിൾ കാണിച്ചിരുന്നത്. സോ സൃഷ്ടി എന്ന് പറയുന്നത് നിസ്സാര ഉത്തരവാദിത്വമല്ല അപ്പോൾ നൽകുന്നത്. അപ്പോൾ അതാകാൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിർവഹിക്കാതിരിക്കുക എന്നതാണ് മാതൃത്വമുള്ള എൻ്റെ റെസ്പെക്റ്റ്, ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റിരിക്കുന്നത്? അവർ പറഞ്ഞത് 100% ശരിയാണ്. ഒരു ധാരണയില്ലാതെ കുട്ടികളെ ഉണ്ടാക്കി അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്യാതിരിക്കുന്നതാണ്.